എപ്പോഴാ മരിക്കുക, എവിടെ വെച്ചാ മരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അള്ള തീരുമാനിച്ചിട്ടുണ്ട് അബൂ റബിയ എവിടെ മരിക്കണമെന്ന്, നിങ്ങൾ എവിടെ മരിക്കണമെന്ന്. ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഈ പരിശുദ്ധ മജ്‌ലിസിലിരിക്കുന്ന എൻ്റെ ഉമ്മ എവിടെ മരിക്കണമെന്ന്, എൻ്റെ പെങ്ങള് മരിക്കുമ്പോൾ ഏത് മണ്ണിൽ ആകിയിരിക്കണമെന്ന് എൻ്റെ അള്ളാഹ്ക്ക് തീരുമാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ മരിക്കുന്നതിന് മുമ്പ് അള്ള നിശ്ചയിച്ച ആ മണ്ണിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും, ഉറപ്പാ. ആ മണ്ണിൽ വെച്ചല്ലാതെ അള്ളാഹു നിന്റെ റൂഹെടുക്കുക. നമ്മൾ പറയാറില്ലേ, പലരും വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു തമിഴ്നാട്ടിൽ വെച്ച് മരിച്ചു. നമ്മൾ പറയും, ഓ കഷ്ടം, പോകണ്ടെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടും പെട്ടെന്ന് ആള് പോയതാ, പക്ഷെ അവിടെ വെച്ച് മരിച്ചു, കോഴിക്കോട് വെച്ച് മരിച്ചു, എറണാകുളത്ത് വെച്ച് വണ്ടി തട്ടി മരിച്ചു എന്ന് നമ്മൾ പറയാറില്ലേ. സംഭവം എന്താ? അള്ളാഹു അവരെ അവിടെ വെച്ച് മരിപ്പിക്കാൻ തീരുമാനിച്ചതാ. അവരെ ആ റൂഹെടുക്കാൻ അള്ളാഹു ആ ഭൂമിയുടെ കണ്ടമാണ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ എല്ലാവരും ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഏത് ഭൂമിയുടെ കണ്ടത്തിൽ വെച്ച് മരിക്കണമെന്ന്. അവിടെ അള്ളാഹ് നമ്മളെ എത്തിച്ചിരിക്കും, ഉറപ്പാ. അവിടെ എത്താതെ നമ്മളെ റൂഹെടുക്കൂല. അപ്പൊ അതിലെത്താൻ എന്തെങ്കിലും നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലോ ഉസ്താദേ എന്നാ ചോദ്യം. ഒരാവശ്യവും ഇല്ലെങ്കിലും ഒരാഗ്രഹവും ഇല്ലെങ്കിലും നമ്മളെ റൂഹെടുക്കുന്നതിന് മുമ്പ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തെത്താനുള്ള ഒരു കാരണം അല്ലാഹു അപ്പോഴും സൃഷ്ടിച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് മുത്തനബിയുടെ വാക്കാ. അല്ലാഹ് ഇദാ ഖലല്ലാഹുൽ അബ്ദ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജാ. അല്ലാഹുവിന്റെ മുത്തനബി പഠിപ്പിക്കേ, പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും ഭൂമിയുടെ ഏത് മണ്ണിൽ വെച്ച് മരിക്കണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനമില്ലാതെ ഒരു മനുഷ്യനെയും അല്ലാഹ് പടച്ചിട്ടില്ല, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല. അവരുടെ അവസാന സമയമെത്തുമ്പോ, അവര് മരിക്കേണ്ട സമയമെത്തുമ്പോ ആ നാട്ടിലേക്ക് അള്ളാഹു അവരെ കൊണ്ടെത്തിക്കുന്നു. അവരെ അവസാനിപ്പിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മണ്ണേതാണോ, നാടേതാണോ, രാജ്യമേതാണോ, മരിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തേക്ക് അള്ളാഹു അവരെ കൊണ്ടെത്തിക്കുന്നു. ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. പോകാനുള്ള ഒരാവശ്യവും അതുവരെ അവരെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അവിടെ പോകാൻ പെട്ടെന്നൊരു കാരണം അള്ളാഹു അവർക്ക് സൃഷ്ടിച്ചു നൽകുന്നു. അത് പ്രകാരം അള്ളാഹു നിശ്ചയിച്ച മണ്ണിൽ അവരെത്തുന്നു. അവിടെ വെച്ചവരെ റൂഹ് അല്ലാഹു പിടിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. നബി പറയേ, എല്ലാരും നമ്മൾ പലരെയും പറയാറില്ലേ, മരിക്കാൻ വേണ്ടി ഗൾഫിൽ പോയിന്ന് അല്ലേ. ഇവിടെ സുഖകരമായി ജീവിച്ചു, പെട്ടെന്ന് ഒരു ദിവസം വെള്ളിയാഴ്ചയൊക്കെ കണ്ട ആള് 2 ദിവസം കഴിഞ്ഞു യാത്ര തിരിച്ച് ഗൾഫിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് പറയുന്നു അവിടെ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചു, അതല്ലെങ്കിൽ അവിടെ വെച്ച് വാഹനം ഇടിച്ച് മരിച്ചു, അതല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു. അള്ളാഹു നമ്മുടെ പ്രവാസികളെയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നാട്ടുകാർ പറയും, ഓ പടച്ചോനെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു പിരിഞ്ഞ സഹോദരന് എത്ര പെട്ടെന്ന് അയാൾ മരിച്ചത്, മരിക്കാൻ വേണ്ടി ഗൾഫിൽ. ഉമ്മമാര് പറയും, മരിക്കാൻ വേണ്ടി ഗൾഫിൽ പോയി. എന്താ സംഭവം? അയാളെ റൂഹ് അവിടെ വെച്ച് പിടിക്കാനല്ല തീരുമാനിച്ചു. അതിനൊരു കാരണം ഉണ്ടാക്കി. ആ കാരണം എന്താ? മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക. അപ്പൊ ഈ പാവപ്പെട്ടവന്റെ ചിന്ത, എനിക്ക് പൈസ ഉണ്ടാക്കണം, അതാ ചിന്ത, ഹലാലായ മാർഗം. പക്ഷെ അള്ളാഹ്ക്ക് ചിന്ത മറ്റൊന്ന്, അള്ളാഹു കാരണാക്കിയത് മറ്റൊന്ന്. കരള പൊട്ടുന്ന വേദനയോടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ ചുംബനം ധാർമ്മികമായി പ്രിയപ്പെട്ടവന്റെ കവിൾത്തടത്തിലും നെറ്റിത്തടത്തിലും അർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് യാത്രയ്ക്ക് ഭർത്താവിനെ. അവളെ വിചാരം എപ്പോഴും എന്റെ ഭർത്താവ് എന്റെ കൂടെ വേണം, എന്നാലും പൊയ്ക്കോട്ടെ, കാരണം മക്കളുടെ ഭാവി. അതിനുവേണ്ടി അവള് പറഞ്ഞുവിട്. അപ്പോഴും അവളെ ചിന്ത, എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവൻ അധ്വാനിക്കട്ടെ എന്നാ. മക്കളും കരഞ്ഞുകൊണ്ട് വാപ്പാനെ യാത്രയ്ക്ക് എയർപോർട്ടിൽ നിന്ന്, വാപ്പ് പോയി അധ്വാനിച്ചാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും, അതുകൊണ്ട് എന്റെ വാപ്പ് പോയി അധ്വാനിക്കട്ടെ, എന്റെ വാപ്പാനെ സലാമത്താക്കണമെന്ന് മക്കളും പറഞ്ഞു വിട്ടു. അപ്പൊ മക്കളെയും ഭാര്യയും ഇവന്റെയൊക്കെ ചിന്ത അധ്വാനിക്കാൻ വേണ്ടി പോണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ചിന്ത അല്ല, അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഖലാ. പ്രിയപ്പെട്ടവരെ, ഇദാ മാ ഹിമാമുൽ മർഇ കാന ബിബൽദതി
ദഅതുഹു ഇലൈഹാ ഹാജത്തുൻ ഫയതീറൂ മദീനത്തുർ റഹ്മ സാധുസഹായ സമിതിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട 3 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയുടെ 2ാമത്തെ ദിവസം മരണം കേൾക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ തിങ്ങി നിറഞ്ഞ ഉമ്മ, മരിക്കണ്ടേ ഉമ്മ. മരണത്തെക്കുറിച്ച് എന്റെ ഉമ്മാക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്. എന്റെ ഉമ്മ മോഹിക്കും പോലെ അവസാനം നടക്കുമോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ റൂഹെടുക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമുണ്ട്. അത് നടുറോഡാണെങ്കിൽ നടുറോഡിൽ നീ വീണേ പറ്റൂ. നീ പ്രവാസിയായി തന്നെ തീരണമെന്നാണ് അല്ലാഹുവിന്റെ നിശ്ചയമെങ്കിൽ നീ പ്രവാസിയായേ പറ്റൂ. നീ അന്യ സംസ്ഥാനത്തിൽ വെച്ച് മരണപ്പെടണമെന്ന് അല്ലാഹുവിന് നിശ്ചയമുണ്ടെങ്കിൽ നീ ആ സമയത്ത് അന്യ സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു കാരണം നിർബന്ധമായി വന്നു ചേരും സഹോദരാ. ഇത് അബൂറബീന്റെ വാക്കല്ല, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ പ്രഖ്യാപനമാണ്. ഇതാ ഖലല്ലാഹുൽ അബ്ദ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് തേടിക്കോ, പടച്ചോനെ അവന് തിരുത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞോ, എപ്പോ എന്നെ മരിപ്പിച്ചാലും ഈമാനോടെ മരിപ്പിക്കണേ റബ്ബേ. നമ്മൾ ആഗ്രഹങ്ങളുള്ളത് റബ്ബിനോട് പറഞ്ഞോ. പലരും അങ്ങനെ പറയുന്നുണ്ട് സുജൂദിൽ കിടന്ന് മരിക്കാൻ, അല്ലേ? ഈ അടുത്ത് ഉംറയ്ക്ക് പോയപ്പോ ഒരു വലിയ ആലിമ് ഇവനോടൊപ്പം ഉണ്ടായിരുന്നു. ആ ആലിമിന് അവിടെ വെച്ച് മദീനയിൽ വെച്ച് നെഞ്ചുവേദന വന്നിട്ട് സഹിക്കാൻ കഴിയാത്ത വേദന, ഇപ്പൊ 2 മാസമേ ഉള്ളൂ. ഈ സഹിക്കാൻ കഴിയാത്ത നെഞ്ചുവേദന കൊണ്ട് നെഞ്ച് പുടം പൊട്ടുമ്പോ അദ്ദേഹം ചെയ്യുന്ന ദുആ, എനിക്ക് എന്റെ ഭാര്യയെ കാണണം, എനിക്ക് എന്റെ മക്കളെ കാണണം, എനിക്ക് എന്റെ കുടുംബത്തെ കാണണമെന്നല്ല. ഒരൊറ്റ ദുആ, പടച്ചവനെ മദീനയുടെ പുണ്യ റൗളയിൽ വെച്ച് എന്നെ അവസാനിപ്പിക്കാനുള്ള മരണത്തിന്റെ മണം മണക്കുന്ന വേദനയാണ് എന്റെ നെഞ്ചിന്റെ ഉള്ളറയിൽ നിന്ന് ഈ പൊട്ടി വിടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈമാനോടുകൂടി അല്ലാഹുവിന്റെ മുത്തുനബിയുടെ അദൃശ്യമായ മടിത്തട്ടിൽ എന്നെ നിശ്ചലമാക്കണേ റബ്ബേ. പരിശുദ്ധമായ മുത്തുനബി കിടക്കുന്ന പരിശുദ്ധമായ റൗളയുടെ ഓരത്തുള്ള വിശാലമായ ജന്നത്തുൽ ബഖീയിലെ ആയിരക്കണക്കിന് വരുന്ന വിശ്രമ സങ്കേതങ്ങളിൽ എവിടെയെങ്കിലും 1 അടി മണ്ണിവന് നീ കീറിത്തരണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരാലോചിക്ക്, എപ്പോ മരിക്കാ, എവിടെ വെച്ചാ മരിക്കാ അറിയോ? അല്ലാഹ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ ഫഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്റെ പെങ്ങളെ, കരള് പൊട്ടി റബ്ബിനോട് യാചിക്കുമോളെ, ഈമാനോടെ അല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ. സ്വർഗം കാണിച്ചിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ. എന്റെ പൊന്നുമോൾക്കറിയുമോ, ചെറിയ ചെറിയ പ്രയാസത്തിന്റെ പേരിൽ പോലും ആത്മഹത്യ ജീവിതത്തിന്റെ പരിഹാരമായി, വേദനയുടെ പരിഹാരമായി 2023 അഭിനവ സമുദായ മക്കളിലെ നല്ലൊരു കൂട്ടം പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ അവസാന പിടിവള്ളിയായി കരുതുമ്പോ എന്റെ പൊന്നുമോളെ, ഈ ഐഹിക ലോകത്ത് അല്ലാഹു പരീക്ഷണം തരും, പല വിധത്തിലുള്ള വേദനകൾ തരും. അതിന്റെ പേരിൽ ചിന്തിക്കല്ല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ,
കരുകരുത്ത ഈമാനുള്ള ചെറുപ്പക്കാരിൽ നിന്ന് പോലും ആത്മഹത്യയുടെ ചിന്തിക്കാൻ കഴിയാത്ത വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ എപ്പോഴും മനമുരുകി റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരു ശൈത്താന ചതിയിലും എന്നെ പെടുത്തരുതേ അല്ലാ. ഒരു ആത്മഹത്യ ചിന്തിക്കുന്ന ഗതികേടിലേക്കും എന്നെ തള്ളരുതേ അല്ലാ. എന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കരുതേ അല്ലാ. എന്റെ അവസാനത്തെ നാവിന്റെ ചലനത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാക്കണേ അല്ലാ. റബ്ബിനോട് ദുആ ചെയ്യ് പ്രിയപ്പെട്ടവരെ. എവിടെ വെച്ചാ മരിക്കുക നമുക്കറിയൂല. അല്ലാഹുവിന്റെ മുത്തുനബി പരിശുദ്ധമായ മദീനയുടെ ഓരത്തുകൂടി നടക്കുന്നു. മദീനയുടെ ഓരത്തുകൂടി നടക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി മദീനയുടെ ഓരത്ത് വെച്ച് ഒരു ഖബർ കുടിക്കുന്ന രംഗം കാണുന്നു. മദീനക്കാരിൽ നിന്ന് ആരും മരിച്ച വിവരം അല്ലാഹുവിന്റെ മുത്തുനബിക്ക് കിട്ടിയിട്ടില്ല. മുഹാജിറുകളിൽ നിന്ന് ആരും മരിച്ച വിവരം അല്ലാഹുവിന്റെ മുത്തുനബിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഖബർ കുടിക്കുന്നുണ്ട്. ആർക്കാണ് ഖബർ കുടിക്കുന്നത്? ആരോ മരിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുത്തുനബി കുഴിമാടം ഒരുക്കുന്നവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് മുത്ത് റസൂലുള്ള ചോദിച്ചു, ആർക്കാണടോ ലിമൻ ഹാദൽ ഖബറ? ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ ഒരുക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ കുഴിമാടം കുഴിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പച്ചമണ്ണ് കുത്തുന്നത്? ഉടനെ ബഹുമാനത്തോടുകൂടി അല്ലാഹുവിന്റെ മുത്തുനബിയോട് ഉത്തരവാദിത്തപ്പെട്ടവരെ തിരിച്ചു പറഞ്ഞു, ലിറജുലിൻ മിനൽ ഹബശ. നബിയെ, മദീനക്കാരനല്ല, മദീനയിലെ സ്വദേശിയല്ല, അങ്ങ് ഹബശക്കാരനായ അബ്സീനിയക്കാരനായ ഒരു മനുഷ്യനെ മണ്ണിലെത്തിയിട്ടുണ്ട്. അയാൾ ഇവിടെ വെച്ച് മരിച്ച് റസൂലുള്ളാഹ് അയാളെ മയ്യത്ത് മറമാടാനാണ് ഈ ഖബർ കുടിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയോട് പറയുമ്പോ ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ മുത്തുനബി അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിനല്ലതി ഖുലിഖ മിൻഹാ. എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചോ, ഇത് അബൂ റബീന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് അബൂ റബീന്റെ വാക്കല്ല. ജീവിതത്തിൽ ഒരിക്കലും കള്ളത്തരത്തിന് വേണ്ടി നാവ് ചലിപ്പിക്കാത്ത, സത്യത്തിന്റെ ധർമ്മം എന്തെന്ന് ലോകത്തെ ജീവിതം കൊണ്ട് നാവ് കൊണ്ട് പഠിപ്പിച്ച ലോകത്തിന്റെ അജയ്യനായ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിനല്ലതി ഖുലിഖ മിൻഹാ. അങ്ങ് അബ്സീന എന്ന രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരുന്ന അടിമയെ അല്ലാഹു മരിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് കൊണ്ടുവന്നുവോ? ഈ മദീനയിൽ മറമാടാൻ വേണ്ടി അബ്സീനയിൽ ജനിച്ച അല്ലാഹുവിന്റെ അടിമയെ അബ്സീനയിൽ കൊടുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി ആ ഖബർ കണ്ട് പറയുമ്പോ, എന്റെ പൊന്നുമ്മ, മരണത്തെ കുറിച്ചുള്ള എന്റെ ഉമ്മാടെ മോഹം അത് നടന്നുകൊള്ളണമെന്നില്ല ഉമ്മ. മയ്യത്തുങ്കര പള്ളിയുടെ ഓരത്തുള്ള സ്വന്തം മകന്റെ വീട്ടിൽ നിസ്കാരപ്പായിൽ കിടന്നെനിക്ക് മരിക്കണമെന്ന് എന്റെ ഉമ്മാടെ മോഹം
നടക്കുമോ എന്നറിയില്ല ഉമ്മ. എന്റെ പൊന്ന സഹോദരാ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി എനിക്ക് പരിശുദ്ധമായ ഹറമിലെത്തിയിട്ട് അവിടെ മരിക്കണമെന്ന് കഅബ കണ്ട് കിടക്കണമെന്ന് മോഹിക്കുന്ന നിന്റെ മോഹം നടക്കുമോ എന്നറിയൂല സഹോദരാ. അതുകൊണ്ട് റബ്ബിനോട് തേടുക, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. മരണം ഒരു വലിയ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവസാനം എന്താവുന്ന വലിയ ചിന്തയുണ്ടാവും, പേടിക്കേണ്ട വിഷയം. ഒരാഴ്ച 2 ആഴ്ച ഏകദേശം ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയിൽ, ഇത് കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു മഹല്ലിലെ ഒരു സഹോദരൻ്റെ മയ്യത്ത് മറമാടപ്പെട്ടതിൻ്റെ വേദനയും വ്യാകുലതയും ഇപ്പോഴും ആ നാട്ടുകാർക്കുണ്ട്. എന്താണെന്നറിയോ? അവിടെ എൻ്റെ യുവാക്കളെ, എൻ്റെ സഹോദരിമാരെ, നമ്മളാരും അതിലൊന്നും പെടൂല എന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ അവസാനം എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാലത്ത് കൂടിയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്ത് കാത്തിരിക്കുക. അവിടെ ഈ മഹല്ലിൻ്റെ കീഴിൽ ഒരു തക്യാവുണ്ട്. ആ തക്യാവിൻ്റെ ഏത് കാര്യത്തിനും ഓടി നടക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ. അതാണ് വല്ലാതെ വേദനിച്ചു പോയത്. മഹല്ലിന്റെ ഈ തക്യാവിന്റെ ഏത് കാര്യത്തിനും ഈ കരുകരുത്ത ചെറുപ്പക്കാരൻ ഓടി നടക്കും. എന്ന് മാത്രമല്ല, ആ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കണമെങ്കിൽ ഈ യുവാവ് വേണം. അലങ്കാരമായി പറഞ്ഞാൽ അതിന് മാത്രം പള്ളിയിൽ വന്ന് തക്യാവിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആ തക്യാവുമായി ബന്ധപ്പെട്ട, ആ മഹല്ലുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരാണ്. അങ്ങനത്തെ ഒരു നല്ല തഖ്വയുള്ള ചെറുപ്പക്കാരൻ. എൻ്റെ യുവാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, യുവമക്കൾ പ്രത്യേകം. സാമ്പത്തികമായി ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഈ പ്രിയപ്പെട്ട കുട്ടി ചെന്ന് പെട്ടു. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ഭാര്യയുടെ സഹോദരൻ തന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയണം, ഈ ഭാര്യ ഇയാളെ കുറിച്ച് പറഞ്ഞ് കരയുമ്പോൾ പോലും പറയുന്ന വാക്ക്, ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അങ്ങനത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പച്ചപ്പാവം മനുഷ്യൻ. ഒരു ചെറിയ മോളുണ്ട്. ഈ മകളെ തന്നെ തലയിലെടുത്ത് വെച്ച് കൊണ്ടുനടക്കുന്ന, അത്രത്തോളം സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന യുവാവ ഈ ഓൺലൈൻ ബിസിനസ്സിൽ ചെന്ന് പെട്ടു, അതിന്റെ ചതിയിൽ. അതുകൊണ്ട് എൻ്റെ യുവമക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഇരട്ടിക്കിരട്ടി ലാഭം കിട്ടുമെന്നൊക്കെ കാണുമ്പോൾ, അതൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ആ പഞ്ചാര വാക്കുകളിൽ മയങ്ങിയിട്ട് വീണു പോകരുത് കേട്ടോ. അവസാനം അതിൽ നിന്ന് തടിയൂരാനും രക്ഷപ്പെടാനും വേണ്ടിയിട്ട് പിന്നെ മറ്റൊരാളിൽ നിന്ന് കടം മറിച്ചു, പിന്നെ പലിശക്കെടുത്തു, പിന്നെ വട്ടിപ്പലിശയായി, അവസാനം കടം കയറി അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഈ ദീനിയായ ചെറുപ്പക്കാരൻ ചെയ്ത പണി എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ? സത്യത്തിൽ ഞെട്ടിപ്പോയി ആ വാർത്ത കേട്ടപ്പോൾ. അവസാനം രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് സ്വയം ചിന്തിച്ചിട്ട് ശൈത്താന്റെ ചതിയിൽ പെട്ടിട്ട് കുരുടാൻ കഴിച്ച് ആത്മഹത്യ ചെയ്തു. അന്നും നിസ്കരിച്ച സഹോദരനാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആ പൊന്നുമോൻ അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് അതല്ലേ പറയാനുള്ളൂ. ഒരു നല്ല വാക്ക് പോലും അല്ലാതെ പറയാനില്ലാത്ത വിധം ഭീകരമായി പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്ത് കാത്തിരിക്കുക, ഈമാനോടെ മരിക്കാൻ വേണ്ടി തന്നെ കൊതിക്കുക, അതിൻ്റെ പണിയെടുക്കുക. അതല്ലാത്ത പണികളിലേക്ക് വീഴരുത്. അല്ലാഹു ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ കുറേ ദീനുമായി ബന്ധപ്പെട്ട, മുമ്പ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ആ ദീനുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറച്ച് ആത്മഹത്യയുടെ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സ് അങ്ങനെയും മുരുകെ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് പറയുക, എൻ്റെ അന്ത്യം നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് എപ്പോഴും ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റായിൽ ഒരു ദിവസം 70 തവണ നമ്മളെ നോക്കേ. നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ കളിച്ച് തിരിച്ചിങ്ങനെ രസിച്ചിങ്ങനെ ജീവിക്കുകയാണ് അല്ലേ? ഇന്നത്തെ ശനിയാഴ്ച രാവിലെ മുതൽ ഇത്രയും നേരമായിട്ട് 10:30 മണിയോളായി. ഈ 10:30 മണി വരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടു, നമ്മളെയും ഒരുപാട് പേര് കണ്ടു. നമ്മൾ ചിരിച്ചു, സംസാരിച്ചു, ക്ഷേമം അന്വേഷിച്ചു, ഒക്കെ നടന്നു. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആകാശത്തിരുന്നു കൊണ്ട് മരണത്തിന്റെ ദൂതനാകുന്ന സാക്ഷാൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഈ പകലിനിടയിൽ ഒരു 10-40 തവണ നമ്മളെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാനെ നോക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നോക്കുന്നുണ്ട്. അഥവാ 24 മണിക്കൂർ സമയം തീരുന്നതിനിടയിൽ 70 തവണ അസ്റായീൽ നമ്മളെ നോക്കും. എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. ഇത് ഏത് നോട്ടോ?
നമ്മളെ കൈ കിടക്കണ വാച്ചോ, നമ്മുടെ മോതിരമോ, നമ്മുടെ വാഹനമോ, നമ്മളെ ഡ്രസ്സോ, നമ്മൾ പൂച്ചുന്ന അത്തറിന്റെ മണമോ, നമ്മളെ ചെരുപ്പോ, നമ്മളെ കണ്ണടയോ ഒന്നും അല്ല ഈ നോക്കണത്. പിന്നെയോ ഇവൻ മരിക്കാനായോ, ഇവള് മരിക്കാനായോ? അത്ര ശ്രദ്ധ പുള്ളിക്ക്, പുള്ളിയുടെ ശ്രദ്ധ തെറ്റൂല, അത്ര ഗൗരവത്തില. ഇവൻ മരിക്കാനായോ, ഇവള് മരിക്കാനായോ എന്ന തരത്തില് അസ്റായീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും 70 തവണ എന്റെ യുവാവേ തന്നെ നോക്കുന്നുണ്ട്. മരണം മണക്കുന്ന നോട്ടമാണ്. പൊന്നുമോനെ, നീ ചിന്തിച്ചില്ലയല്ലേ, ഏതെങ്കിലും ഒരു നോട്ടത്തിൽ നിന്റെ കരാളഹസ്തം നിന്റെ കൊരവള്ളി പിടഞ്ഞു വീടും പൊന്നുമോനെ. പിന്നെ നിലവിളിച്ചിട്ട് ബലമില്ല, പിന്നെ കരഞ്ഞിട്ട് ബലമില്ല, പിന്നെ കെഞ്ചിയിട്ട് ബലമില്ല. എന്റെ പൊന്നു പെങ്ങളെ, അള്ളാഹനെ പേടിച്ചുകൊണ്ട് നഫീസത്തുൽ മിസ്രിയമാരുടെ പാതിരാത്രി പോലും അള്ളാഹുവിനെ ഓർത്തും മരണം നന്നാകാൻ വേണ്ടിയിട്ടും പൊട്ടിക്കരഞ്ഞ് ജീവിച്ചുവെങ്കിൽ എന്റെ പൊന്നുമോള് തയ്യാറായിട്ടുണ്ടോ പെങ്ങളെ? മയ്യത്തിങ്കര പള്ളിയുടെ ഓരത്തുള്ള നൂറുകണക്കിന്റെ മോമിനീങ്ങൾ വിശ്രമിക്കുന്ന ഖബർസ്ഥാനിൽ എവിടെയെങ്കിലും നിനക്കൊരു പിടി കുടിമണ്ണ് തീർത്തു തരുമ്പോ അതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട രംഗത്ത് നീ ചിന്തിച്ചിട്ടുണ്ടോ പൊന്നുമോളെ? അല്ലാ അല്ലാ, വിഷയം ചെറുതല്ല സഹോദരാ, വിഷയം ചെറുതല്ല ഉമ്മ. ഓരോ ദിവസവും 70 തവണ അസ്റായീലിന്റെ ഉമ്മാനെ നോക്കുന്നുണ്ട് ഉമ്മ. ഇത് അബൂ റബീന്റെ വാക്കല്ല, മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യായിലൂടെ പരിചയപ്പെടുത്തി തരുമ്പോൾ എങ്ങനെ നമ്മൾ ഇങ്ങനെ രസിച്ച് ജീവിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ? എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടോ നാളത്തേക്ക് വേണ്ടി? കരുതി വെച്ചോ, ഇല്ലെങ്കിൽ എല്ലാരും പോകുന്നുണ്ട് അല്ലേ? ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകെ. ഇനി പോകേണ്ടത് നമ്മളാ. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി വഫാത്തായി, അല്ലാഹുവിന്റെ മുത്തനബി വഫാത്തായതിന്റെ വേദന സ്വഹാബത്തിന് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ്, അഥവാ 6 മാസമായിട്ട് ഉസ്താദ് ഇങ്ങോട്ട് ഉസ്താദ്മാരുടെ വാപ്പ വരില്ല, വിളിച്ച സഭ പാവം സംഘാടകരെ. ഉസ്താദ്മാര് വരുമ്പോ അവരെ ഇങ്ങ് ഇരുത്തണം കേട്ടോ, ശ്രദ്ധിച്ചോളേ. ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അതിനിടയിലാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. ഈ വഫാത്തും കൂടെ ആയപ്പോഴത്തേക്ക് അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് കരള് പൊട്ടുന്ന വേദനയായി, ലോകത്ത് ഒറ്റപ്പെട്ട വേദനയായി. അങ്ങനെ ഉണ്ടല്ലോ ഒരു വേദന. ഈ വേദന സഹിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത്, ഫാത്തിമ ബീവിയുടെ മയ്യത്ത് മറമാടിയതിന് ശേഷം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലെത്തി. കരയാനും വയ്യ, കരയാതിരിക്കാനും വയ്യ, നെഞ്ചകം മുഴുവനും വേദനയുടെ ഭാരം കൊണ്ട് താങ്ങാൻ കഴിയാത്ത, ലോകത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു മാനസികാവസ്ഥ. അവർ തമ്മിലുള്ള ജീവിതം അത്ര വലിയ ബന്ധമായിരുന്നല്ലോ. അങ്ങനെ വീട്ടിനകത്ത് കയറിയിട്ട് വാതിലടച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് അലി തങ്ങൾ സ്വന്തം ശരീരത്തോടെ വാഴ പറഞ്ഞതാ, ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. ചങ്ക് പൊട്ടുന്നുണ്ടോ? ഫാത്തിമ എന്നതിന്റെ ശരീരത്തോട് ഒട്ടി നിന്ന, ധാർമ്മികമായി എല്ലാ അനുഭൂതികളും തന്ന പ്രിയപ്പെട്ടവളുടെ വേർപെടൽ അലിയെ ലോകത്ത് നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്ന വേദനയിലേക്ക്, വിരഹത്തിലേക്ക് നിന്നെ തള്ളുന്നുണ്ടോ? ഫാത്തിമ ബീവിയും മരണപ്പെട്ട് അലിയേ, അല്ലാഹുവിന്റെ മുത്തുനബിയും വഫാത്തായി അലിയേ. ഇതിൽ നിന്ന് നീ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. എത്ര പിരിയാത്ത ബന്ധമാണെങ്കിലും അടർന്നു പോകുന്ന മരണം അവർക്കിടയിൽ അകലങ്ങളെ സൃഷ്ടിക്കും അലിയേ. അതുപോലെ നീയും മരിക്കും അലിയേ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തോടെ വാഴ പറഞ്ഞുവെങ്കിൽ ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഉമ്മയിലേക്ക് വന്നെത്തും. ഉമ്മ എന്റെ സഹോദരനിലേക്ക് വന്നെത്തും. സഹോദരാ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ആ മരണത്തിന്റെ വേദന ഒന്ന് ലഘൂകരിച്ച് കിട്ടാൻ കരുതിയിട്ടുണ്ടോ സഹോദരാ? അല്ലാ
المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. മരണത്തിന്റെ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ അവർ വന്നിട്ടുണ്ടോ? മരണത്തിന്റെ ദൂതന്മാരാരെങ്കിലും ഈ മരണ സമയത്ത് ഈ റൂഹ് പിടിക്കാൻ അസ്റായിൽ മാത്രമാണെന്ന് കരുതരുത്. നമ്മൾ അങ്ങനെ വിചാരം അസ്റായിൽ റൂഹ്. അസ്റായിൽ എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ആള് അസ്റായിൽ ആയതുകൊണ്ടാണ്, ചീഫ്. അസ്റായിൽ മാത്രമല്ല നമ്മളെ റൂഹ് പിടിക്കാൻ പറഞ്ഞത്. പിന്നെയോ 900ഓളം മലക്കുകൾ ഉണ്ടാവുന്ന നമ്മളെ റൂഹ് വലിച്ചു പറിച്ചു കൊണ്ടുപോകാൻ 900ഓളം മലക്കുകൾ അസ്റായിലിന്റെ കൂടെ നമ്മളെ മുൻപിൽ വരും. അവരെ നമ്മളെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ആത്മാവിന്റെ തെളിഞ്ഞ കണ്ണുകൊണ്ട് നമ്മൾ കാണും അവരെ. നമ്മളെ മുമ്പിലിരുന്ന് കരയണ വാപ്പായെ, ഉമ്മായെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, മക്കളെ ഒന്നും അല്ല നമ്മൾ കാണുക. നമ്മൾ കാണുന്നത് ഇവരെയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 300 മലക്കുകൾ വരുന്ന, അതല്ല 900ഓളം മലക്കുകൾ വരുന്ന. ഇരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷെ മരണം നമ്മിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അതിന് മുമ്പല്ലേ നമ്മിൽ ഏതെങ്കിലും മരണത്തിന്റെ മലക്കുകൾ വന്നിട്ടുണ്ടോ? എന്തു പറയും? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ മരിക്കണ്ടേന്നാ നമ്മൾ പറയാ അല്ലേ? എന്നാ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ വന്നിട്ടില്ല. അതല്ലാതെ രോഗം ആർക്കൊക്കെ വന്നിട്ടുണ്ടോ അവരെ മുമ്പിലൊക്കെയും മരണത്തിന്റെ ദൂതൻ വന്നിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അബൂ റബീന്റെ വാക്കല്ല, ഇതാണ് അസ്റായിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഗൗരവം. നമ്മളെ റൂഹെടുക്കുന്നതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും അസ്റായിൽ അധികം തരൂല എന്ന് പറയാനുള്ള കാരണം അത്ര ഗൗരവത്തിലാ പുള്ളി. അത്ര ഗൗരവത്തിലെ അസ്റായിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തനബി പറയും, മാമിൻ മർളി യുംറദുൽ അബ്ദു. ഭൂമിയിലെ ഒരൊറ്റ മനുഷ്യനും രോഗം വരുന്നില്ല. ഭൂമിയിലെ ഒരൊറ്റ മനുഷ്യനും രോഗം വരുന്നില്ല, അസുഖം വരുന്നില്ല. ഇല്ലാ വറസൂലു മലക്കിൽ മൗത്ത് ഇൻദഹു. അസ്റായിൽ അറിയാതെ. അബൂ റബീനൊരു തലവേദന വന്ന അസ്റായിൽ അറിയും അല്ലേ? ചുമച്ചു, പ്രത്യേകിച്ച് ഉമ്മ പറഞ്ഞു, മോനെ ഹോസ്പിറ്റലിൽ പോടാ, എത്ര ദിവസമായി ഈ ചുമ തുടങ്ങിയിട്ട്, ഈ പനി തുടങ്ങിയിട്ട്, വെറും ഗുളിക കഴിച്ച് കിടക്കേണ്ട, മോനൊന്ന് ഡോക്ടറെ കാണാൻ. അതൊക്കെ അങ്ങോട്ട് മാറും ഉമ്മ, അത് വിഷയാക്കൂല നമ്മള്. പക്ഷെ അസ്റായിൽ അത് ഗൗരവത്തിലെടുക്കും. ഒരു തലവേദന വന്നാലും, ഒരു പനി വന്നാലും, ഒരു പള്ളവേദന വന്നാലും, ഊരവേദന വന്നാലും, നടുവേദന വന്നാലും അസ്റായിൽ അത് ഗൗരവത്തിലെടുക്കും. ഗൗരവത്തിലെടുത്തിട്ട് ഇല്ലാ വറസൂലു മലക്കിൽ മൗത്ത് ഇൻദഹു. അല്ലാഹുവിന്റെ മുത്തനബി പറയേ, ശ്രദ്ധിക്ക പ്രിയപ്പെട്ടവര്, അസ്റായില് തന്റെ മരണത്തിന്റെ അനുയായികളാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്ന മലക്കുകളിൽ നിന്ന് ഒരു മലക്കിനെ വിളിക്കുന്നു. എന്നിട്ട് ആ മലക്കിന് നിർദ്ദേശം നൽകുന്നു. പോരുവഴിയിലെ കാഞ്ഞിരത്തും വടക്കതിലെ ഇന്ന വീട്ടിലെ ഇന്ന പേരുള്ള ഇന്നയാളിന്റെ മകന് തലവേദന ഉണ്ട്, ഒന്ന് പോയിട്ട് വാ. പനിയുണ്ട്, ഒന്ന് പോയിട്ട് വാ. പള്ളവേദന ഉണ്ട്, പോയിട്ട് വാ. ഊരവേദന ഉണ്ട്, പോയിട്ട് വാ. ഉറങ്ങാൻ കഴിയാത്ത വേദനയിൽ പിടയ്ക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് വാ. എന്തിനാ? ഒരു രോഗവിവരം അന്വേഷിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, മാറ്റിത്തരുമെന്ന് പറയാനല്ല. അപ്പണി അസ്റായിലിന്റെ മുമ്പിലില്ല, അപ്പണി പുള്ളിയുടെ കയ്യിലില്ല. എന്തിനാ ഈ പറഞ്ഞു വരുന്നത്? അവന്റെ ആ തലവേദന മരണം മണക്കുന്ന തലവേദനയാണോ എന്ന് നോക്ക്. അവളെ പള്ളവേദന മരണം മണക്കുന്ന വേദനയാണോ എന്ന് നോക്ക്. അവന്റെ ഉള്ളറയിൽ നിന്ന് പെടയുന്ന നെഞ്ചിന്റെ വെടിപ്പും വേദനയും അവന്റെ ആയുസിന്റെ അവസാനത്തെ പിടപ്പിന്റെ സമയത്താണോ എന്നൊന്ന് നോക്ക്. എന്നിട്ട് എനിക്ക് വിവരം എന്താ പറഞ്ഞു വിടും മലക്കിനെ. ആ മലക്ക് അങ്ങനെ എത്ര തവണ നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട്, നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കും. എന്നിട്ട് പറയും, തങ്ങളെ സമയമായിട്ടില്ല കേട്ടോ, ആയുസ് ഇനിയും ബാക്കിയാണ്, ശിഫ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, വിഷയം വിട്ടു, അസ്റായിൽ വിട്ടു. അതല്ല, ഈ പിടച്ചിൽ അവസാനം മാറാത്ത വേദനയിലായി വരുമ്പോ നമ്മളെ സംബന്ധിച്ച് വിവരം പറയും. മറ്റൊരാളെ ചിന്തിക്കണം, നമ്മളെ ചിന്തിക്ക്, എപ്പോഴല്ലേ ഉപകാരപ്പെടുക. നമ്മളെ സംബന്ധിച്ച് വിവരം പറയും, തങ്ങളെ
മരണത്തിന്റെ നേരമെത്തിയിട്ടുണ്ട്. ശിഫായില്ലാത്ത വേദനയാണ്, ഇനി ശമനമില്ലാത്ത അവസാനത്തെ വേദനയാണ്. എന്റെ പ്രിയപ്പെട്ട പോരുവഴിയിലെ ഉമ്മ, നിന്റെ വേദനയെ സംബന്ധിച്ച്, അവസാനത്തെ വേദനയെ സംബന്ധിച്ച് ഈ മലക്ക് ചെന്നിട്ട് അസ്രായീലിന് നിർദ്ദേശം നൽകുന്നു. എന്റെ പെങ്ങളെ സംവേദനയെ സംബന്ധിച്ച് അസ്രായീലിനോട് പറയുന്നു. എന്റെ സഹോദരന്റെ വേദനയെ സംബന്ധിച്ച് അസ്രായീലിനോട് പറയുന്നു. അല്ലാ അല്ലാ, അത് കേൾക്കേണ്ട താമസം ഹത്താ ഇദാ കാന ആഖിറു മറളി യുംറലുൽ അബ്ദു അതാഹു മലക്കുൽ മൗത്ത്. ആകാശ ലോകത്തെ മലക്കുകൾ പോലും ഭയന്നു പോകുന്ന തരത്തിൽ അസ്രായീൽ തന്റെ വിശ്വരൂപത്തിലൂടെ ആകാശത്ത് നിന്ന് പറക്കുന്നു. 900ഓളം മലക്കുകളുടെ അകമ്പടിയോടുകൂടി എന്റെ ഉമ്മാടെ വീട്ടിലെത്തുന്നു, എന്റെ സഹോദരന്റെ മുമ്പിലെത്തുന്നു, എന്റെ പെങ്ങളെ ഓരത്തെത്തുന്നു. എനിക്കൊരു ചെറിയ മകനുണ്ട്, എനിക്കൊരു ചെറിയ മകളുണ്ട്. ഒരു നോക്കൊന്ന് കണ്ടോട്ടെ മലക്കേ, അതിനു വേണ്ടിയെങ്കിലും ഒരു 5 മിനിറ്റ് ഒന്ന് സമയം തരുമോ? ചോദിച്ചു നോക്കും. പൊന്നുമോളെ, അസ്രായീലിൽ നിന്നൊരു നിമിഷം നീ പ്രതീക്ഷിക്കല്ല. എന്റെ യുവാവേ, നീ അലറി പിടഞ്ഞു നോക്കും. പൊന്നുമോനെ, ജീവിതം മുഴുവനും മോശമായിരുന്നു അസ്രായീലേ, അതുകൊണ്ട് ഞാനൊന്ന് തൗബ ചെയ്തോട്ടെ, ഞാനൊന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞോട്ടെ, ഞാനൊരിച്ചിരി നന്മ ചെയ്തോട്ടെ, ഞാനിച്ചിരി ദാനധർമ്മം ചെയ്തോട്ടെ, ഒരിച്ചിരി സമയം എനിക്കൊന്ന് തരുമോ? അലറിപ്പൊട്ടും പൊന്നുമോനെ. ഇത് അബൂ റബീന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചതാ. പ്രിയപ്പെട്ടവര്, കരച്ചിലുകൾ വിഫലമാണ്, തേങ്ങലുകൾ വിഫലമാണ്, യാചനകൾ വിഫലമാണ്. ഒരു നിമിഷം പോലും അസ്രായീൽ അനുവദിച്ചു തരില്ല. അങ്ങനെ സാധാരണക്കാരന് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മരണത്തിന്റെ മുന്നറിയിപ്പുകളെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മുത്തുനബി കാർക്കശ്യത്തോടെ ലോകത്തെ പഠിപ്പിച്ചതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട യുവാവേ, ഇനിയും നിനക്ക് ചിന്തിക്കാൻ നേരമായിട്ടില്ല. ഓർത്തു നോക്ക്, നിന്റെ പ്രായം പോലും ഇല്ലാത്ത പാവപ്പെട്ട പിഞ്ചുമക്കളുടെ ചേതനയേറ്റ ശരീരം പോലും പരിശുദ്ധമായ മയ്യത്തുങ്കര പള്ളിയുടെ മെഹ്റാബിന്റെ ഓരത്ത് വെള്ള പുതച്ചു കൊണ്ടുവെച്ചുകൊണ്ട് ഇറങ്ങലിച്ച നെഞ്ചുപൊട്ടുന്ന വേദനയോടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് അവസാനം പിടിമണ്ണ് വാരി കുഴിയിലേക്ക് വെച്ച പൊന്നുകുട്ടിയുടെ ശരീരത്തിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന ആപ്തവാക്യം ഉച്ചരിച്ചുകൊണ്ട് പിടിമണ്ണ് വാരി വലിച്ചെറിഞ്ഞവനാണ് നീയെങ്കിൽ, ഇനി അധികം സമയമില്ലെന്ന ചിന്ത അത്തരത്തിലുള്ള മയ്യത്തുകളെ യാത്രയാക്കിയപ്പോഴെങ്കിലോ നിന്റെ മനസ്സിനെ സ്വാധീനിച്ചോ? പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരുപാട് ഉറ്റബന്ധുക്കളുടെ തണുത്തു വടിയായി പോലെ വിറങ്ങലിച്ച ശരീരങ്ങളെ കണ്ടിട്ട് ഒരുപാട് നീ അള്ളിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നാളെ ഇതുപോലെ ഞാനും മരിക്കുമല്ലോ അല്ലാ, എന്റെ അരുമ മക്കളും എന്റെ ഓരത്ത് വന്ന് എന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് മോളേന്ന് വിളിക്കണേ ഉമ്മ, ഒന്ന് മോനേന്ന് വിളിക്കണേ ഉമ്മ. ഈ 6 വയസ്സുള്ള പൊന്നുമോനെ ഉമ്മ തരിച്ചാക്കി പോയാ എനിക്ക് പിന്നെ ആരാ വെള്ളം തരാ, എനിക്ക് ആരാ ചോറ് വാരി തരാ, എന്നെ ആരാ കുളിപ്പിക്കാൻ ഉമ്മ? അതുകൊണ്ടൊന്ന് കണ്ണു തുറക്കണേ ഉമ്മ, ഈ പൊന്നുമുത്തിനെ തനിച്ചാക്കരുതേ ഉമ്മ. കണ്ടു നിന്നവര് മുഴുവനും തേങ്ങി പൊട്ടുന്ന തരത്തിൽ പൊട്ടിക്കരയുന്ന നിന്റെ പ്രിയപ്പെട്ട മുത്തുമോന്റെ കരച്ചില് ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തേടിയെത്തുമെന്ന സത്യം നീ തിരിച്ചറിഞ്ഞോ? പൊന്നുമോളെ,
സമയമായിട്ടില്ല ഉമ്മ. നിന്റെ ശരീരത്തിലെ തലയിലെ നരച്ച വെളുത്ത രോമങ്ങൾ പോലും ശബ്ദമില്ലാത്ത ഭാഷയിലൂടെ അസ്രായീലിനെ കണ്ടുമുട്ടാനുള്ള സമയം വളരെ അടുത്തായെന്ന് നിന്നോട് വിളിച്ചു പറയുമ്പോൾ നീ തയ്യാറെടുത്തോ പൊന്നുമ്മ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കേ, അലം യഅനിലില്ലദീന ആമനൂ أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിക്കടി രോഗമുണ്ടോ? മരണം അടുത്തെത്തിന്ന് കരുതിക്കോ. അടിക്കടി രോഗമുണ്ടോ? മാറി മാറി വരുന്ന വേദനകളുണ്ടോ? ഉറപ്പിച്ചോ, മരണം അടുത്തെത്തിയിട്ടുണ്ട്, മരണം അടുത്തെത്തിയിട്ടുണ്ട്. ഇതൊന്നും എന്റെ വാക്കല്ല, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്രായീലിനോട് ചോദിച്ചു, അസ്രായീലെ, സംഭവം റൂഹ് പിടിക്കുക എന്നുള്ള പണി ഒരു ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. പല കളികളുണ്ടാവും, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അള്ളാഹുടെ ദീന് പറയുന്നിടത്ത് ശ്രദ്ധിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസ്രായീലിനോട് ഒരിക്കൽ ചോദിച്ചു, അസ്രായീലെ, റൂഹ് പിടിക്കുന്ന പണിയാ നിന്റെ പണി, അതൊരല്പം കടുത്ത പണിയാണെന്നറിയാം. എന്നാലും ഈ അപ്രതീക്ഷിതമായി ജനങ്ങളുടെ അവരവരുടെ പണികളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ, മരണത്തിന് അവർ തയ്യാറാകാതിരിക്കുമ്പോൾ അവരെ റൂഹ് പിടിക്കുക എന്നുള്ളതൊരു കടുത്ത പണിയാണല്ലോ അസ്രായീലെ. ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. റൂഹ് പിടിക്കുന്ന പണി ഒരു വലിയ പണിയാണ്, ശരി തന്നെ. പക്ഷെ ഓരോരുത്തരുടെ റൂഹ് പിടിക്കാൻ നിങ്ങൾ വരുമ്പോൾ അവർ മരണത്തിനൊന്നും തയ്യാറായിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായി അതിന്റെ മുന്നറിയിപ്പുകളൊന്നും നിങ്ങൾ കൊടുക്കാതെ ഉടനെ എത്തും, ഉടനെ എത്തും, ഉടനെ റൂഹ് പിടിക്കും, ഇങ്ങനെ മുന്നറിയിപ്പൊന്നും കൊടുക്കാതെ പെട്ടെന്ന് നിങ്ങൾ കടന്നു ചെന്നിട്ട് ഒരാളിനെ വെട്ടിയിട്ട് തടി പോലെ അങ്ങ് വീഴ്ത്തിക്കളഞ്ഞാൽ അവർക്ക് മരണത്തിനൊക്കെ തയ്യാറെടുക്കണ്ടേ? അതിന്റെ മുന്നറിയിപ്പുകൾ കൊടുക്കണ്ടേ? നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയല്ലേ? ഇബ്രാഹിം നബി ചോദിച്ചതാ. ശരി തന്നെയല്ലേ ചോദ്യം? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്ക്. പെട്ടെന്ന് നടന്നു പോകുന്ന ആളിന് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു, അവിടെ ഇരിക്കുന്നു, രണ്ടുപേര് തടയി കൊടുക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, വഴിവക്കിൽ വെച്ച് മരിക്കുന്നു. അപ്രതീക്ഷിതമാണ് അല്ലേ? യാത്ര ചെയ്യുന്നു, ഉമ്മയോട് സലാം പറഞ്ഞു, വാപ്പയോട് സലാം പറഞ്ഞു, കുടുംബത്തോട് സലാം പറഞ്ഞു, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആള് പിന്നെ അറിയുന്നു ആലപ്പുഴ വെച്ച് വണ്ടി ഇടിച്ചു മരിച്ചു, അല്ലെങ്കിൽ എറണാകുളത്ത്. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ സലാമത്താക്കുമാറാകാം. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കല്ലേ. കുളിക്കാൻ പോയി, അവരങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ വന്നു, അവരങ്ങ് മരിച്ചു. ഇങ്ങനെ അപ്പൊ മരണത്തിന് ഒരാൾ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അതിന്റെ മുന്നറിയിപ്പുകളൊന്നും കൊടുക്കാതെയല്ലേ നിങ്ങൾ റൂഹ് പിടിക്കണേ എന്നാ ഇബ്രാഹിം നബി ചോദിക്കുന്നത്. അപ്പൊ ആ പണി ഇത്തിരി പോയില്ലേ, ക്രൂരത അല്ലേ എന്ന് ചോദിച്ചു. അതിന് അസ്രായീൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചോക്ക്. തങ്ങളെ, അള്ളാഹുവാണ് ഞാൻ ഒരുപാട് മുന്നറിയിപ്പുകൾ മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. വല്ലാഹി റുസുലുൻ കസീർ. ആണയിട്ട് പറയേ, അള്ളാഹുവാണ് ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തതിന് ശേഷം അവരെ റൂഹെടുക്കുക. ഇബ്രാഹിം നബി ചോദിച്ചു, ആണോ? മരണത്തിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടോ? അതേ കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുന്നറിയിപ്പ് നമ്മളിലും ഉണ്ടോന്ന് നോക്കോ. ഉണ്ടെങ്കിൽ മരണം ഇനി വലിയ താമസമില്ല എന്ന് ഉറപ്പിച്ചോ. തങ്ങളെ, അള്ളാഹുവാണ് ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടാ ഓരോ മനുഷ്യന്റെ റൂഹെടുക്കണം. കാരണം എനിക്കറിയാം ഈ റൂഹെടുക്കുന്നതിന്റെ പണി വലുതാന്ന്. അതുകൊണ്ട് തന്നെ മരിക്കാൻ ഒരു തയ്യാറെടുപ്പിന്റെ സാവകാശത്തിന്റെ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കും. പക്ഷെ ഈ മനുഷ്യന്മാർ അതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആണോ? എങ്കിൽ എന്താ നീ കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ എന്നായി ചോദ്യം. അപ്പൊ മുന്നറിയിപ്പുകൾ വിവരിച്ചേരേ. എന്താ മുന്നറിയിപ്പ്? മിനൽ അറാദ് വൽ അംറാദ്. ഇടതടവില്ലാതെ രോഗം ആ മനുഷ്യരെ വിട്ടുപിരിയാതെ പിന്തുടരുന്നു. ഞാൻ അവനിലേക്ക് എത്താനുള്ള സമയം അടുത്തായി എന്ന് എന്നിലൂടെ നൽകപ്പെടുന്ന മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ രോഗത്തിന് മരുന്ന് കഴിച്ചിട്ടും രോഗത്തിന് ശമനമില്ല, രോഗം മാറുന്നില്ല, മരണം അടുത്തെത്തിയിട്ടുണ്ട്. എന്നിലൂടെ കിട്ടുന്ന മുന്നറിയിപ്പാണ്.
ഒരു രോഗത്തിന്റെ മരുന്ന് കഴിച്ചിട്ട് ശമനം കിട്ടി, പക്ഷേ തൊട്ടുടനെ ഒഴിയാബാധ പോലെ മറ്റൊരു രോഗം പിടികൂടുന്നു. അതിന് മരുന്ന് കഴിക്കുന്നു, വീണ്ടും മറ്റൊരു രോഗം പിടികൂടുന്നു. ഇങ്ങനെ ഇടതടവില്ലാതെ രോഗം ഒരാളെ പിന്തുടരുന്നുവെങ്കിൽ അതും മരണത്തിന്റെ മുന്നറിയിപ്പാണ് തങ്ങളെ. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ നിരകളിൽ പരിതാപകരമായ അവസ്ഥകൾ വരിക, അവരെ കാഴ്ച മങ്ങിപ്പോവുക, അവരെ കേൾവി കുറഞ്ഞു പോവുക, അവരെ കിതപ്പ് കൂടുക, അവരുടെ ശരീരത്തിന് ദുർബലതകൾ ഏറുക, മരണമുഖങ്ങളിലേക്ക് ചെന്നുവിടുന്ന അപകടങ്ങളിലെ സൂചനകൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഒരാള് മരിക്കാൻ സമയമായി എന്നതിന് മുന്നോടിയായി എന്നിലൂടെ അവർക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകളാണ്. ഇത് മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നില്ല. അസ്രായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് തിരിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ ഉമ്മ ചിന്തിക്കണേ ഉമ്മ, എന്റെ സഹോദര ചിന്തിക്കണേ സഹോദര. മരണത്തിന്റെ പ്രായ വ്യത്യാസമില്ല, മരണത്തിന്റെ നിറവ്യത്യാസമില്ല, മരണത്തിന് വർണ്ണ വ്യത്യാസമില്ല, മരണത്തിന് വർഗ വ്യത്യാസമില്ല. ഇന്ന ത്വബീബ ലഹു ഇൽമു വമഅരിഫതു മാദാമ ഫീ അജ്ലിൽ ഇൻസാനി തഖീറു ഹത്താ ഇദാ മൻഖളത് അയ്യാമു മുഹ്ലതിഹി ഹറത് ത്വബീബു വഖാനതുൽ അഖാഖീറു. ഡോക്ടറെ ചതിക്കുമെന്ന് വലിയ വലിയ കവികൾ പഠിപ്പിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് ഇവിടെ വെച്ച് അറിയാൻ കഴിയും. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആ മരണത്തിന്റെ സമയത്തുള്ള ലക്ഷണങ്ങൾ കണ്ട അയാൾ നല്ല രീതിയിലാണ് മരിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാര് പറയണം? അബൂ റബീന് അതിനുള്ള യോഗ്യതയൊന്നുമില്ല. പറയേണ്ടവരാരാ? ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞു തരട്ടെ. അവിടുന്ന് പറഞ്ഞു തരുന്ന അധ്യാപനങ്ങളാണല്ലോ നമുക്ക് വേണ്ടത്. അവിടുന്ന് പറഞ്ഞു തരും. ദേ കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് പഠിപ്പിക്കുക. സൽമാനുൽ ഫാരിസി ഞങ്ങൾ പറയേ, ഞങ്ങളൊരു വലിയ ടീം അള്ളാഹുടെ മുത്തനബിയുടെ മുമ്പിലിരുന്ന് ദീന് കേൾക്കുമ്പോൾ അള്ളാഹുടെ മുത്തനബി പറയേ, ഇർഖബുൽ മയ്യിത ഇൻദ മൗതിഹി സലാസ്. ഒരാൾ മരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ പറയുന്ന 3 അടയാളങ്ങൾ ആ മരണമുഖത്ത് അയാളുടെ ശരീരത്തിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. മുത്തനബി പറയാം. അതൊരു വല്ലാത്ത വിവരമാണല്ലോ. സ്വഹാബത്ത് കേൾക്കാൻ കൊതിച്ചു. കാരണം ഒരാളിൽ പ്രകടമാകുന്ന അടയാളങ്ങൾ, ഞാൻ പറയുന്ന 3 അടയാളങ്ങൾ അയാളിലുണ്ടോ എന്ന് നോക്കാനാ മുത്തുനബി പറയണത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാലോ എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കും. സ്വഹാബത്ത് മുത്തുനബിയെ തന്നെ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നബി തങ്ങൾ പറയേ, എന്താ പറയണത്? നല്ലതുപോലെ മരിക്കണമല്ലോ നമുക്കും, അല്ലേ? നമുക്ക് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായി തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയും സുജൂദിൽ കിടന്നിരിക്കുക, നല്ല ലക്ഷണം തന്നെ. ചിരിച്ചു മരിക്കുക, നല്ല ലക്ഷണം തന്നെ, ഒക്കെ നമ്മൾ പറയും. അതേപോലെയുള്ള അള്ളാഹുടെ മുത്തുനബി പഠിപ്പിക്കുന്ന 1-2 അടയാളങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ട് ഇതൊക്കെ റബ്ബിനോട് ചോദിച്ചോ, ഈ അടയാളങ്ങൾ ഞാനും മരിക്കുമ്പോൾ എന്നിലും തരണേ തമ്പുരാനെ. കാരണം മുത്തനബി പറഞ്ഞല്ലേ, നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാക്കി നബി പഠിപ്പിച്ചത്. നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, അത് വരാതിരിക്കാനും റബ്ബിനോട് ദുആ ചെയ്യണം. അവിടെ നിന്ന് പറഞ്ഞു, ഇൻ റസഹത്ത് ജബീനുഹു, മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോ എന്ന് നോക്കണേ സൽമാൻ. മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോന്ന്. ശരീരം വിയർക്കുന്നുണ്ടോ വിയർക്കുന്നില്ലേ എന്നല്ല, നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അല്ലേ? അറ്റാക്ക് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ നിന്ന് എത്ര തുടച്ചിട്ടും മാറാത്ത തരത്തിൽ പൊട്ടി ഒഴുകിയായിരുന്നു വിയർപ്പ്. എത്ര ആളുകൾ പറയും അത് ശരീരത്തിൻ്റെ വിയർപ്പ്. വിയർക്കട്ടെ, വിയർക്കാതിരിക്കട്ടെ, അതൊന്നുമില്ല. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. അപ്പൊ ആ വിയർപ്പല്ല, പിന്നെയോ നെറ്റി വിയർക്കുക. മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പലരെയും പറയാറുണ്ടല്ലോ, മരിക്കാൻ സമയത്ത് നെറ്റി ഇങ്ങനെ വിയർത്ത് കുമിളകളായി ഒഴുകിയിരുന്നു, അല്ലെങ്കിൽ കുമിളകളുടെ പൊട്ടുകളായി ഇങ്ങനെ നെറ്റിത്തടത്തിൽ നിറഞ്ഞു നിൽക്കായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുത്തുനബി പറയേ, ഇന്ന റസഹത്ത് ജബീനുഹു, മരിക്കാൻ കിടക്കുന്നവന്റെ നെറ്റി വിയർക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. 1 തീർന്നില്ല, 3 അടയാളം വേണം. 2 വദറഫത്ത് ഐനാ, മരിക്കാൻ കിടക്കുന്നവൻ കരയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ സൽമാൻ.
അപ്പൊ ചിരിച്ചു മരിക്കല് മാത്രല്ല, നല്ലൊരു കരച്ചിൽ ഒരാൾ കരയണേ. എങ്ങനെ പെടച്ചിട്ടും വിളിച്ചിട്ടും അല്ല, അത് വേറെ പറയും. അങ്ങനല്ലാത്ത സമാധാനത്തോടെയുള്ള തൗബയുടെ കുറ്റബോധത്തിന്റെ സങ്കടമൊഴുകുന്ന ശാന്തമായ കരച്ചിൽ. ഈ കരച്ചിൽ ഒരാൾ കരയുന്നുണ്ടോ? മരണത്തിന്റെ അവസാന നേരത്തൊന്ന് ശ്രദ്ധിക്കണേ സൽമാൻ. കരഞ്ഞു മരിച്ചുപോയി, അതൊരു ദുർഗുണമെന്നൊന്നും കരുതരുത്. ശാന്തമായ കരച്ചിൽ ഒരാളെ കണ്ണ്, അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മരിക്കുന്ന നേരത്ത് അവരെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക, അല്ലേ? മരണത്തിന്റെ മാനസികാവസ്ഥ അറിയോ? ജീവിച്ചിരിക്കുന്ന നമുക്കറിയൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ മുത്തുനബിയുടെ സമൂഹത്തിന്റെ സ്വഹാബത്തിൽ പ്രമുഖനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ തങ്ങൾ വഫാത്തിനോടടുക്കുന്നു. ആ വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്നു. മരണമാസന്നമാകുന്നു. തന്റെ സമകാലികരും സമശീർഷരും അദ്ദേഹത്തെ കാണാ കടന്നു ചെല്ലുന്നു. അബൂ ഹുറൈറ തങ്ങളുടെ ഓരത്തവരൊക്കെ ചെന്ന് നോക്കുമ്പോ ഈ വലിയ മഹാൻ കരയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഉടനെ അവര് മഹാനരെ സമാധാനിപ്പിച്ചു. അല്ലാഹുവിന്റെ മുത്തുനബിയോട് ഏറ്റവും ഒട്ടി നിന്നവരല്ലേ നിങ്ങൾ, പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നു എന്ന തരത്തിൽ എല്ലാവരും അബൂ ഹുറൈറ തങ്ങളെ സമാധാനപ്പെടുത്തുമ്പോ മരിക്കുന്ന നേരത്തുള്ള മാനസികാവസ്ഥ കൂടെ ചിന്തിക്ക് പ്രിയപ്പെട്ടവര്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കൂടി വന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞു, അല്ല സഹോദരങ്ങളെ, അബൂ ഹുറൈറ കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? വല്ലാഹി ലാ ബകീ ഹസനൻ അലദ് ദുനിയാ. അബൂ ഹുറൈറാക്കിന് ദുനിയാവ് കാണാൻ പറ്റൂലല്ലോ. ദുനിയാവിന്റെ അനുഭൂതികളും വിഭവങ്ങളും ഇനി രുചിക്കാൻ കഴിയൂലല്ലോ എന്നോർത്തുകൊണ്ടല്ല അബൂ ഹുറൈറ കരയുന്നത്. വലാ ജസഅൻ മിൻ ഫിറാഖികും, നിങ്ങളെയൊക്കെ വിട്ടുപിരിയണമല്ലോ എന്നോർത്തിട്ടുമല്ല അബൂ ഹുറൈറ കരയുന്നത്. പിന്നെന്തേ അബൂ ഹുറൈറ ഈ അവസാന നേരത്ത് കരയുന്നതെന്നറിയുമോ? എല്ലാവരും മരിക്കുന്ന നേരത്ത് വരുന്ന ചിന്തയാ ചിന്തിക്ക. അബൂ ഹുറൈറ തങ്ങൾ വിളിച്ചു പറയേ, പിന്നെ എന്തേ ഞാൻ കരയാനുള്ള കാരണം എന്നറിയുമോ? വലാകിൻ അന്തളിറു ഇഹ്ദൽ ബുസ്റതൈനി മിർ റബ്ബി. ഇപ്പോ ഈ നേരത്ത് അബൂ ഹുറൈറയെ സംബന്ധിച്ച് ആകാശ ലോകത്ത് മലക്കുകൾക്കിടയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഏത് നേരത്തും അർശിന്റെ അടിവാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അല്ലാഹു ഒരു മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്, ഒരു ടിക്കറ്റ്. ആ ടിക്കറ്റും കൊണ്ട് ഏത് നേരത്തും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ അബൂ ഹുറൈറയുടെ മുമ്പിലേക്ക് പറന്നിറങ്ങും. എന്നിട്ട് ആ ടിക്കറ്റ് അബൂ ഹുറൈറയുടെ കയ്യിലേക്ക് അവർ തരും. രണ്ടിലേതോ ഒരു ടിക്കറ്റാണ്, രണ്ടിലേതോ ഒരു മുന്നറിയിപ്പിന്റെ ടിക്കറ്റാണ്. ഏതാണ് ആ രണ്ട് ലോകമെന്നറിയുമോ? ഇമ്മായിലൽ ജന്ന, ഒന്നിരിക്കൽ അബൂ ഹുറൈറ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന സുവിശേഷത്തിന്റെ വർത്തമാനമായിരിക്കാം അത്. അങ്ങനെയല്ലെങ്കിൽ അംബിന്നാർ, അബൂ ഹുറൈറയുടെ ജീവിതം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അബൂ ഹുറൈറ പോകുന്നത് നരകത്തിലേക്കാണ്. ഈ വിവരവും കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഏത് നേരത്തും മലക്കുകൾ എന്റെ മുമ്പിലെത്തും. ആ വിവരം ഏതെന്ന് എനിക്കറിയൂല കൂട്ടരേ. അത് സ്വർഗമാണോ എന്ന് എനിക്കറിയൂല കൂട്ടരേ. അതല്ല നരകത്തെ കുറിച്ചുള്ള വിവരമാണോ എനിക്ക് കിട്ടുകയെന്ന് എനിക്കറിയൂല കൂട്ടരേ. അതുകൊണ്ടാണ് അബൂ ഹുറൈറ കരയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും നിലവിളിച്ചുവെങ്കിൽ മരണനേരത്തെ മാനസികാവസ്ഥ അത് ഭയാനകമാണ് ഉമ്മ, ഭീകരമാണ് സഹോദരാ. വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബി സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് രണ്ടാമത്തെ ലക്ഷണം വദറഫത്ത് ഐനാ, കരയുക, കരയുക, കരഞ്ഞു മരിക്കുക. അപ്പൊ ഒന്ന് നെറ്റി വിയർക്കുക, രണ്ട് കരയുക, മൂന്ന് വന്തസറത്ത് മൻഖിറാ,
മരണത്തിന്റെ അവസാന നേരമെത്തുമ്പോ മൂക്കിന്റെ ദ്വാരങ്ങൾ വിടരുക. സാധാരണക്കപ്പുറം ഒരു വലിയ ആർത്തി പിടിച്ചവന്റെ അടയാളം പോലെ, വലിയൊരു സന്തോഷത്തിന്റെ ആധിക്യം നിറഞ്ഞവന്റെ അടയാളം പോലെ മരണത്തിന്റെ അവസാന നേരമെത്തുമ്പോ മൂക്കിന്റെ ദ്വാരങ്ങൾ വിടരുക, സാധാരണക്കപ്പുറം വിടരുക. അപ്പൊ 3 എണ്ണം: 1 നെറ്റി വിയർക്കുക, 2 കരയുക, 3 മൂക്കിന്റെ ദ്വാരങ്ങൾ വിടരുക. ഈ 3 അടയാളങ്ങൾ ഒരാൾ മരിക്കുമ്പോ അയാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഫഹിയ റഹ്മത്തും മിനല്ലാഹ് ഖദ് നസലത് ബിഹി. സൽമാനെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സൽമാൻ. അല്ലാഹുവിന്റെ റഹ്മത്തിലാണ് അയാള്. അല്ലാഹുവിന്റെ റഹ്മത്ത് അയാളിൽ ഇറങ്ങിയിരിക്കുകയാണ്. സ്വർഗം അയാൾ ആസ്വദിക്കുകയാണ്. മരണത്തിന്റെ വേദന അയാൾക്ക് ലഘൂകരിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അയാൾ വീണിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു അയാളെ പൊതിഞ്ഞിരിക്കുകയാണ്. നല്ല മരണമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് കള്ളം പറയാത്ത നാവ് കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറയുമ്പോ, ഇങ്ങനെ ഒരു മരണം വേണ്ടേ ഉമ്മ, ഇങ്ങനെ ഒരു മരണം വേണ്ടേ സഹോദരാ, ഇനിയും കേൾക്കണോ? അല്ലാഹുവിന്റെ മുത്തുനബി വീണ്ടും പറയേ, വഇൻ ഖത്ത ഖതീതൽ ബകറിൽ മഖ്നൂഖ്. മരണത്തിന്റെ നേരമെത്തുമ്പോ ഒരാള് കഴുത മുക്രയിടുന്നത് പോലെ അലറുകയാണെങ്കിൽ, വലിയ അട്ടഹാസത്തിന്റെ മുരൾച്ച മുരളുകയാണെങ്കിൽ, കഴുത മുക്രയിടുന്നത് പോലെ അറബ് ശാലയിലെ അറവുകാടൻ മാടിന്റെ കണ്ടനാളത്തിലേക്ക് മൂർച്ചയുള്ള കത്തി വെച്ച് മുറിച്ചു തള്ളുമ്പോ ഏത് പ്രകാരം അത് മുരളുമോ, ഏത് പ്രകാരം അത് അലറുമോ, അതേപോലെ മരിക്കാൻ കിടക്കുന്നവൻ അലറുകയാണെങ്കിൽ അതുപോലെ തന്നെ വഹമിദ ലൗനുഹു, മരിക്കാൻ കിടക്കുന്നവന്റെ നിറമൊക്കെ വികൃതമായി മാറുകയാണെങ്കിൽ, വസ്ബല സിദ്ഖാ, അവന്റെ വായയിൽ നിന്ന് ഈളയും നുരയും പതയും ഒഴുകുകയാണെങ്കിൽ. മുത്തനബി പറയേ, ഇത് ആത്മഹത്യ ചെയ്യുന്നവരിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു അടയാളം. ചിലർ പറയാറില്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് വലിയ അലർച്ച കേട്ടു എന്നാ, ചെന്ന് നോക്കുമ്പോൾ തൂങ്ങി നിൽക്കേ അല്ലേ. ഈ വിഷം കഴിച്ചവരെ കണ്ടിട്ടില്ല, വിഷം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരിച്ചു നോക്കുമ്പോൾ വായിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നവരെ ചെന്ന് നോക്കുമ്പോഴത്തേ ഇളയും പതയും നുരയൊക്കെ വായിൽ ഒഴുകെ. അവസ്മാര രോഗികളല്ല, അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഇത് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ വികൃതമായ നിറത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ വന്നാൽ അല്ലാഹുവിന്റെ അദാബ് അയാളിൽ ഇറങ്ങിയിരിക്കെ മരണത്തിന്റെ ഭീകരമായ വേദന അയാളെ തിന്ന് എന്ന് വിലയിരുത്താമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. ഇതിന്റെ ഇടയിൽ അസ്റായീലിനെ കണ്ടിട്ട് മരിക്കണം അല്ലേ? നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എളുപ്പത്തിലൊക്കെ പറയാൻ തോന്നും. പക്ഷെ അസ്റായീലിനെ കണ്ടിട്ട് വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും ഈ നാവ് ചലിക്കാൻ. പറ്റുമോ നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ. അള്ളാഹു അവിടേക്ക് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹുടെ തൗഫീക്ക് കിട്ടണം. അതിനുവേണ്ടി റബ്ബിനോട് തേടണം. ജീവിതത്തെ നന്നാക്കാതെ ഒരു രക്ഷയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം അസ്റായീൽ പറഞ്ഞ കോലെങ്ങനെയെന്നറിയോ? അതേ കേട്ടോ, വിശദീകരിക്കാൻ എനിക്ക് അധികം നേരമില്ല. അസ്റായീൽ വരുന്ന കോല ഇബ്രാഹിം നബി ചോദിച്ചു ഒരിക്കൽ അസ്റായീലിനോട്, അസ്റായീലെ പാപികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന കോല എങ്ങനെയാണോ? അവിശ്വാസികളുടെയും തെമ്മാടികളുടെയും അക്രമികളുടെയും റൂഹ് പിടിക്കാൻ നീ വരുന്ന കോലുണ്ടല്ലോ, ആ കോലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അസ്റായീൽ പറഞ്ഞു, ലാ തുതീഖു ദാലിക, തങ്ങളെ ചോദിക്കരുത്, ഞാനത് കാണിച്ചു തരൂല, നിങ്ങൾക്ക് കണ്ടിക്കാൻ കഴിയില്ല, നിങ്ങൾക്കത് കണ്ടിക്കാൻ കഴിയില്ല. മരണം ഉണ്ടല്ലോ, എന്തല്ലെങ്കിൽ നാളെ നമ്മളെ തേടി എത്തുമല്ലോ. നാളെ തന്നെ ആവോ അതേ ഇന്നാണോന്ന് അറിയില്ല.
അബൂ റബീനെ ഈ മജ്ലിസിൽ കൊണ്ടുവന്നത് വായത് പറയാനെന്ന എൻ്റെ വിചാരം. ഉസ്താദ് വിളിച്ചത് വായത് പറയിപ്പിക്കാനാ. അള്ളാഹുടെ തീരുമാനം മറ്റൊന്നാണോ എന്ന് എനിക്ക് അറിയില്ല പ്രിയപ്പെട്ടത്. നിങ്ങളും അങ്ങനെ തന്നെ, നിങ്ങളെ വായത് കേൾക്കാനാണ് നിങ്ങളെ ഉദ്ദേശം. പക്ഷെ അള്ളാഹുടെ ഉദ്ദേശം ഇവിടെ വെച്ച് മരിപ്പിക്കാനാണെന്ന് ആർക്കറിയാം? ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹ്ക്കെ അറിയും എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. അസ്രായിൽ വരുന്ന കോലം കാണണോ? ഇബ്രാഹിം നബിയോട് പറയേ ലാ തുതീഖു ദാലിക, തങ്ങളെ നിങ്ങളത് കണ്ടിക്കില്ല, അതുകൊണ്ട് ചോദിക്കരുത്, ഞാനത് കാണിച്ചു തരൂല. ഇബ്രാഹിം നബി പറഞ്ഞ് കാണിക്കടോ അസ്രായിലെ. ഇതാരാ ഇബ്രാഹിം നബി? സ്വന്തം മകന്റെ കണ്ടനാളത്തിൽ കത്തിവെച്ച് മുറിക്കാൻ പറഞ്ഞിട്ട് പോലും ഇടറാതെ പതറാതെ തെറിക്കാതെ നിന്ന ആ ചഞ്ചല കരുത്തിന്റെ ഉടമ അല്ലേ? നിമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നേരെത്തി അമ്പിലിങ്ങനെ കൊളുത്തി വെച്ചിരിക്കെ ഏത് നിമിഷവും വില്ലിൽ നിന്ന് തൊടുത്തു വിടും. അന്തരീക്ഷത്തിലൂടെ മൈക്രോ സെക്കൻഡുകൾ ഇങ്ങനെ പറന്ന് നേരെ ഈ തീജ്വാലയുടെ നടുത്തളത്തിലേക്ക് ചെന്ന് വീണ് ഭസ്മീകരിക്കപ്പെടും. ആ ഒരു അവസ്ഥയിലുള്ള ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താ ആലോചിക്കാനാ? നമ്മളാണെങ്കിൽ അതിനകത്ത് തന്നെ മരിച്ചിട്ടുണ്ടാവും അറ്റാക്ക് വന്നിട്ട് അല്ലേ? ഇബ്രാഹിം നബി അങ്ങനെ ഇരിക്കെ മലക്കുകൾ കരയാൻ തുടങ്ങി. റബ്ബിനോട് ചോദിച്ചു, പടച്ചോനെ എന്താ ഇത്? നിന്റെ ഖലീലല്ലേ, ഇത് ഏത് നിമിഷവും കത്തിക്കപ്പെടും. അള്ളാഹ് തിരിച്ചു പറഞ്ഞു, അല്ല ജിബ്രീലേ, എന്റെ ഖലീലൊക്കെ തന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഇത്രയും നേരമായിട്ട് ആ അമ്പിന്റെ മുകളിലിരിക്കെ ഇത്ര നേരമായിട്ട് അയാൾ എന്നോട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് നീ പോയിട്ട് പറയും, അള്ളഹാനോട് തേടാൻ പറയും. അള്ളാഹ്ക്ക് അറിയാം ഇബ്രാഹിം നബിയുടെ മനസ്സിലായി. എന്നാലും മലക്കിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആരാണ് എൻ്റെ മനുഷ്യനെന്ന അടിമയെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ജിബ്രീലേ, നീ ചെന്നിട്ട് പറ എന്നോട് ചോദിക്കട്ടെ, ചോദിച്ചാൽ ഞാൻ രക്ഷപ്പെടുത്താം. ജിബ്രീൽ അലൈഹിസ്സലാം പെട്ടെന്ന് ഇറങ്ങി ഇബ്രാഹിം നബിയുടെ മുമ്പിലെത്തി. ആ ഇബ്രാഹിം നബി എങ്ങനെ ഇരിക്കെ ഏത് നിമിഷവും വീഴും. അഞ്ചിപ്പോകാത്ത കണ്ടുപിടിച്ച് നിമ്രൂദിന്റെ പടയാളികളൊക്കെ കത്തി എരിയുന്നത് ഇങ്ങനെ കാണാൻ കാത്തിരിക്കേ. ഉടനെ ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ ഇത്രയും നേരമായിട്ട് റബ്ബിനോട് ചോദിച്ചില്ലല്ലേ രക്ഷപ്പെടുത്താൻ? ഇല്ല, ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്തത്? ചോദിക്കേ, നിങ്ങൾ ചോദിച്ചാൽ രക്ഷപ്പെടുത്തു എന്നല്ല പറഞ്ഞിരിക്കേ. ഇബ്രാഹിം നബി അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ജിബ്രീലിനോട് പറഞ്ഞെന്താണെന്നറിയോ? നമ്മളൊരു ചെറിയ പ്രയാസം വരുമ്പോൾ നെട്ടോട്ടോടെ അല്ലേ, നമ്മളെ കൂട്ടത്തിലുള്ളവർ ആത്മഹത്യ ചിന്തിക്കുക, അള്ളാഹു ഗതികേടൊന്നും നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. അപ്പോഴും ചിരിച്ചിട്ട് തിരിച്ചു പറയേ, അല്ല ജിബ്രീലെ, എന്റെ അള്ളാഹ് അറിഞ്ഞൂടെ എന്നെ ഈ രീതിയിൽ തീയിലേക്കായി വലിച്ചെറിയപ്പെടണമെന്ന്? എന്നെ അതിനു വേണ്ടിയിട്ടാണ് ഈ അമ്പിന്റെ മുകളിൽ ഈ കെട്ടിയിരുത്തിയിരിക്കണമെന്ന് അള്ളാഹ് അറിയൂടെ? അതറിയാം. ഇനി ഞാൻ ചോദിച്ചിട്ട് വേണോ രക്ഷപ്പെടുത്താം? അവന് വേണോ രക്ഷപ്പെടുത്തിക്കോട്ടെ. ഇനി അവന് കത്തിക്കണമെന്നാണെങ്കിൽ അവൻ കത്തിച്ചോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. ആ പവർ എന്നാലോചിച്ചു, ആ മനസ്സിന്റെ പവർ എന്നാലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ. അതാ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയാ പറയണത് ഈ പാപികളുടെ അവിശ്വാസികളുടെ റൂഹ് പിടിക്കാൻ വരുന്ന കോലം ഒന്ന് കാണിച്ചു തരാൻ. അപ്പോഴാ അസ്രായീൽ ഈ കരുത്തുള്ള ഇബ്രാഹിം നബിയോട് പറയണത് ലാ തുതീഖു ദാലിക, നിങ്ങൾ കണ്ടിരിക്കൂല തങ്ങളെ, അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്, ഞാൻ കാണിച്ചു തരൂല. ഇബ്രാഹിം നബി പറഞ്ഞ് കാണിക്കാതെ ഇനി ഇവിടുന്ന് പോവൂല. പ്രവാചകനല്ലേ, അത് വീട് കാണിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ കാണിച്ചു കൊടുത്തേ പറ്റൂ. എന്നാ കാണിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിലേ അതെ കാണിച്ചാലേ പറ്റൂ. എന്നാ പിന്നെ തങ്ങൾ ഒരു മുൻവിധി വേണം. ഭീകരമാണ് ആ കോലം. എന്റെ ലോകത്തുള്ള മലക്കുകൾ പോലും പേടിച്ചു പോകുന്ന കോലമാണ്. ആ കോലം ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കുമ്പോൾ അത് കാണാനുള്ള ഒരു കരുത്ത് ഇപ്പോഴേ നിങ്ങളെ മനസ്സിന് ഒരുക്കിയേക്കണം. അതൊക്കെ ഞാൻ ഒരുക്കിയേക്കാം, നിങ്ങൾ അസ്രായീൽ എന്ന് പറഞ്ഞപ്പോ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആയിരുന്നില്ല ഇബ്രാഹിം നബി, ഞങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നിൽക്കും. അല്ലെന്തോ സിറുണ്ടാവാം. ഇബ്രാഹിം നബി പിന്തിരിഞ്ഞു നിന്നു. ആ രോഗം, ആ കോലം മാറുന്നതൊന്നും കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സിറുണ്ടാവാം. ആ ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നു. എന്തൊക്കെയോ പാദചലനങ്ങളോ വ്യത്യാസങ്ങളോ എന്തൊക്കെയോ അവിടെ നടന്നു. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ അല്ലാ, മരിക്കണ്ടേ ഉമ്മ, എന്റെ പൊന്ന് സഹോദരാ, എല്ലാരും മരിക്കും ഉസ്താദേ, അതുപോലെ ഞാനും മരിക്കും എന്നാണ് പറച്ചിലെങ്കിൽ ഒരു പ്രഹസനമായി കാണണ്ട മോനെ. മരിച്ചവരാരും തിരിച്ചു വരാത്തത് കൊണ്ടാ നീ മരണത്തെ നിർവികാരതയോടെ കാണുന്നത്. ആത്മാവുകളോട് സംവദിക്കാനും അവര് പറയുന്നത് കേൾക്കാനും നിന്റെ ശ്രവണബുധത്തിന്റെ ത്രാണിയുണ്ടെങ്കിൽ മയ്യത്തുങ്കര പള്ളിയുടെ ഓരത്തുള്ള കബറാളികളോട് ചെന്ന് ചോദിക്കേ. അവര് കണ്ട അസ്രായീലിനെ, അവരറിഞ്ഞ മരണത്തെ, അവര് രുചിച്ച മരണത്തിന്റെ ഭീകരതയെ ചോദിക്ക പൊന്നുമോനെ. അത് ചില്ലറയല്ല സഹോദരാ. അല്ലാ, ആ ഇബ്രാഹിം നബി നിൽക്കുന്ന ഭൂമിയുടെ കണ്ടം മുഴുവനും കിടുങ്ങിപ്പൊട്ടി തകരുന്ന തരത്തിലുള്ള വലിയൊരു സ്ഫോടനാത്മകമായ ശബ്ദം കേൾക്കുന്നു. ഇബ്രാഹിം നബി നെഞ്ചിടിച്ചു പോകുന്നു. ആയിരുന്നില്ല ഇബ്രാഹിം
ഇബ്രാഹിമേ തിരിഞ്ഞു നോക്ക്, ഇബ്രാഹിമേ തിരിഞ്ഞു നോക്ക്. ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ തന്നെ നിശ്ചലം നിന്നു പോകുന്നു. അല്ലാ, എന്തേ ഇബ്രാഹിം നബി അവിടെ കണ്ടതെന്നറിയുമോ? എന്റെ യുവാവേ ചിന്തിച്ചോ, എന്റെ പെങ്ങളെ ആലോചിച്ചോ. ഫൈദാഹുവ ബിറജുലിൻ അസ്വദാ, ഒരു കറുകറുത്ത വിശ്വരൂപം തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഖായിമുശ്ശഅരി, അതിന്റെ ജട കിട്ടിയ സടകുടഞ്ഞു കിടക്കുന്ന മുടി മുഴുവനും ഈ അന്തരീക്ഷത്തിലൂടെ ചക്രവാളം മുഴുവനും നിറഞ്ഞാടുന്നു. അതിന്റെ തലഭാഗം ആകാശത്തിന്റെ നീലിമയിലേക്ക് ഉരസി നിൽക്കുന്നു. അതിന്റെ കാൽപാദം ഭൂമിയിലേക്ക് പടർന്നു കിടക്കുന്നു. ഖായിമുശ്ശഅരി മുന്തിനുരീ, ഭൂമി മുഴുവനും നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള മഹാദുർഗന്ധം ആ വിശ്വരൂപത്തിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്നു. അസ്വദുസിയാബ്, ആ കറുപ്പിന്റെ പോലും വല്ലാത്ത ശക്തി കൂട്ടുന്ന തരത്തിലുള്ള വല്ലാത്ത കറുപ്പിന്റെ കരിമ്പടം ആ വിശ്വരൂപം ധരിച്ചിരിക്കുന്നു. യഖ്റുജു മിൻ ഫീഹി വമനാഖിരിഹി വമസാമിഇഹി ലഹബുന്നാർ. അതിന്റെ വായ തുറന്നപ്പോ അതിന്റെ വായയിൽ കൂടി, അതിന്റെ മൂക്കിൽ കൂടി, അതിന്റെ ശ്രവണപുടങ്ങളിൽ കൂടി ഈ ഭൂമി മുഴുവനും ഭസ്മീകരിക്കപ്പെടുന്ന തരത്തിലുള്ള വലിയ തീജ്വാലകൾ വമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാ, അധിക നേരം ആ ഭയാനക രൂപത്തെ കണ്ടു നിൽക്കാൻ ഈ കരുകരുത്തിന്റെ പ്രതീകമായ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല. ഉമ്മ, കഴിഞ്ഞില്ല സഹോദരാ. ഫൗസിയാല ഇബ്രാഹിം നബിക്ക് ഭയം കയറുന്നു. ഇബ്രാഹിം നബിയുടെ ബോധം മിന്നുന്നു. ഇബ്രാഹിം നബി ബോധമറ്റ് വീഴുന്നു. അസ്രായേല് പഴയ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുന്നു. എന്നിട്ട് ഇബ്രാഹിം നബിയെ തട്ടി വിളിക്കുന്നു. തങ്ങളോട് പറഞ്ഞില്ലേ തങ്ങളെ, ആ ഭയാനകമായ രൂപം അങ്ങ് കണ്ടു നിൽക്കൂല എന്ന് ഞാൻ ആദ്യമേ അങ്ങയോട് പറഞ്ഞതല്ലേ? ഇബ്രാഹിം നബിയോട് മഹാനായ അസ്രായേൽ പറയുമ്പോ ഇബ്രാഹിം നബി കണ്ണ് മിടിച്ചുകൊണ്ട് അസ്രായേലിനോട് പറഞ്ഞതെന്തെന്നറിയുമോ? എന്തിനാണോ അസ്രായേല് അല്ലാഹുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു നരകത്തിന്റെ തീക്ഷ്ണമായ തീജ്വാലകളെ എന്തിനാ റബ്ബ് പടച്ചിരിക്കുന്നത്? അതവർക്ക് വേണ്ട അസ്രായേൽ. ഖബറിൽ എന്തിനാണോ അത്തരക്കാരെ അല്ലാഹ് ശിക്ഷിക്കുന്നത്? വേണ്ട അസ്രായേലേ. അല്ലാഹുവിനെതിരെ തെമ്മാടിത്തരം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാനും വേദനിപ്പിക്കാനും ഭയപ്പെടുത്താനും ഒരു നരകം വേണ്ട, ഒരു ഖബർ വേണ്ട. നിന്റെ ഈ വിശ്വരൂപം മാത്രം മതിയടോ. അത് ഒരു വട്ടമൊന്ന് കണ്ടാൽ അത് തന്നെ മതി അവര് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അവരനുഭവിച്ച് തീർക്കാൻ, അവര് ഭയന്ന് വിറക്കാൻ, അവര് തകർന്നുടയാ. നിന്റെ ഈ വിശ്വരൂപം തന്നെ മതിയടോ എന്ന് അനുഭവം മഹാനായ ഇബ്രാഹിം നബി വിവരിക്കുമ്പോ എന്റെ മയ്യത്തുങ്കരയിലെ ഉമ്മ അപൂർവപേരധികം വിവരിക്കാൻ നേരമില്ല. ചോദിക്കട്ടെ ഉമ്മ, ഈ രൂപത്തിലെങ്ങാനും അസ്രായേൽ എന്റെ ഉമ്മാടെ മുമ്പിൽ വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നാവ് ചലിക്കുമോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെ വെച്ചുകൊണ്ടൊന്ന് പറ. നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മോശത്തരങ്ങളെ വെച്ചുകൊണ്ട് പറ. അതിനെങ്ങാനും അല്ലാഹു വിലയിട്ടുകൊണ്ട് ഈ രൂപത്തിലെങ്ങാനും അസ്രായേലിനെ നിന്നിലേക്ക് പറഞ്ഞു വിട്ട് തന്നാൽ നീ ലാ ഇലാഹ ചൊല്ലുമോ പൊന്നുമോനെ? സമാധാനത്തോടെ മരിക്കാൻ നിനക്ക് കഴിയുമോ യുവാവേ?
അല്ലാ ഇവിടെയാണ് യൂസുഫ് നബി പോലും ദുആ ചെയ്ത മരണത്തിന്റെ ഗൗരവം. തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ.